കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രഞ്ജി സീസൺ സമ്മാനിച്ച കേരള ടീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനൽ വരെ എത്തി. ഫൈനലിലും പൊരുതിയാണ് കേരളം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. രഞ്ജി ട്രോഫി കപ്പ് നഷ്ടമായെങ്കിലും ക്രിക്കറ്റിനെ സ്വീകരിച്ച കേരളത്തിന് ക്യാപ്റ്റൻ നന്ദി അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ച കേരള ടീമിനെ സംസ്ഥാന സർക്കാർ ഇന്ന് ആദരിക്കും. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ച കേരള ടീം ഇന്നലെ രാത്രിയാണ് തലസ്ഥാനത്തെത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിന്റെ സൂപ്പർ താരങ്ങൾ തലസ്ഥാനത്ത് പറന്നിറങ്ങി. രഞ്ജി ട്രോഫി കപ്പ് നഷ്ടമായെങ്കിലും ക്രിക്കറ്റിനെ സ്വീകരിച്ച കേരളത്തിന് ക്യാപ്റ്റന്റെ നന്ദി. നഷ്ടമായ കപ്പ് താമസിയാതെ കേരളത്തിലെത്തിക്കാനാകുമെന്നും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ പ്രതീക്ഷ. നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ വലിയൊരു ട്രോഫിയായിട്ട് നമ്മൾ അടുത്ത സീസണിൽ വരും. നമ്മൾ ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണേഴ്സപ്പ് ആയാലും, പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഫൈനൽ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അവിടെ പോയി വിൻ ചെയ്ത് രഞ്ജി ട്രോഫി ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തിലോട്ട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ടീമിനെ സ്വീകരിച്ചു. ശേഷം ടീം KC ആസ്ഥാനത്തെത്തി സ്വീകരണം ഏറ്റുവാങ്ങി. കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത രഞ്ജി സീസണാണ് ടീം സമ്മാനിച്ചത്. ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനൽ വരെ എത്തി. ഫൈനലിലും പൊരുതിയാണ് കേരളം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കേരള ടീമിനെ ഇന്ന് സംസ്ഥാന സർക്കാർ ആദരിക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ കായിക മന്ത്രി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിയമസഭാ സ്പീക്കർ AN ഷംസീർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിലെത്തിയ കേരള ടീം വിദർഭയോട് പരാജയപ്പെട്ടെങ്കിലും അവർ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ജനം, തിരുവനന്തപുരം.